നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ചോറ് അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് വിഷയം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി പ്രമേഹം എന്താണെന്ന് ഷോർട്ടായിട്ട് പറയാം. നമ്മളുടെ രക്തത്തിലുള്ള ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന് ഒരു നോർമൽ റേഞ്ച് ഉണ്ട്. അതിന് താഴേക്ക് പോകുന്നതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഇതേ ഗ്ലൂക്കോസ് കൂടി പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മിലിറ്റസ് എന്ന് പറയുന്നത്. ഇനി രക്തത്തിലുള്ള ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്റ്റൊമക്കിലെത്തി അവിടുന്ന് ഡൈജസ്റ്റഡായി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ചെറിയ ചെറിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത്. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പിന്നീട് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ്. നമ്മളുടെ ബോഡി വർക്ക് ചെയ്യാനും നമ്മളുടെ ബോഡിയിലുള്ള ഓരോ സെല്ലും വർക്ക് ചെയ്യാനും ഗ്ലൂക്കോസ് വേണം, എനർജി ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാലാണ് പ്രമേഹം പോലത്തെ അസുഖം വരുന്നത്. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ചോറാണ്, അതും വെള്ളച്ചോറ്. ഇതിനു മുമ്പേ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ചോറ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രമേഹത്തിൻ്റെ റിസ്ക് കൂടുകയോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ അതിനൊക്കെ കോൺട്രാഡിക്ടറി റിസൾട്ട്സ് ആയിരുന്നു കണ്ടുപിടിച്ചിട്ടുള്ളത്. കോൺട്രാഡിക്ടറി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റഡീസിൽ പറയുന്നത് വലിയ റിസ്ക് ഇല്ല എന്നാണ്. മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നത് കൂടുതൽ അരി ആഹാരം അല്ലെങ്കിൽ കൂടുതൽ വെള്ളച്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് മറ്റൊരു സ്റ്റഡീനെ കുറിച്ചാണ്. ഇത് സാധാരണ നടത്തുന്ന പോലത്തെ ഒരു സ്റ്റഡി ആയിട്ടല്ല നടത്തിയത്. 21 കൺട്രീസിൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു ഇത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം 1,32,373 ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മീൻ ഏജ് എന്ന് പറയുന്നത്, പ്രായം എന്ന് പറയുന്നത് 35-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ്. ഇത്രയും ആൾക്കാരെ ഇവർ സ്റ്റഡിയിൽ പല പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഒരു ദിവസം കഴിക്കുന്ന അരി ഭക്ഷണത്തിൻ്റെ, അതും കുക്ക്ഡ് വൈറ്റ് റൈസിൻ്റെ അളവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നിങ്ങൾ ഏകദേശം ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്താണ് അരി ഉണ്ടാവുക. അത് അൺകുക്ക്ഡ് റൈസാണ്. ഇതേ റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ 3 ഇരട്ടി വെയിറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതായത് 200 ഗ്രാമിലുള്ള അൺകുക്ക്ഡ് റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 600 ഗ്രാം ആവും. അപ്പോൾ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ ഡിവൈഡ് ചെയ്തത് പല കാറ്റഗറീസ് ആയിട്ടാണ്. ആദ്യം അവർ കഴിച്ച കുക്ക്ഡ് റൈസ്, ചോറിൻ്റെ അളവ് 150 ഗ്രാമിലും കുറവുള്ളവരെ ഒരു ഗ്രൂപ്പാക്കി. 150 ഗ്രാം മുതൽ 300 ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചവരെ മറ്റൊരു ഗ്രൂപ്പും, 300 ഗ്രാം മുതൽ 450 ഗ്രാം വരെ കഴിച്ചവരെ മൂന്നാമത്തെ ഗ്രൂപ്പും, 450 ഗ്രാമും അതിൻ്റെ മുകളിലേക്ക് കഴിച്ചവരെ നാലാമത്തെ ഗ്രൂപ്പുമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നിങ്ങൾ ഒരു ദിവസം എത്ര ചോറാണ് കഴിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കിച്ചൺ വെയിങ് മെഷീൻ ഉപയോഗിക്കാം. നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ അളവ് നോക്കിയാൽ മതി. ആ അരിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ചോറിൻ്റെ അളവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ സ്റ്റഡീൻ്റെ റിസൾട്ടിലേക്ക് വരാം. ഈ സ്റ്റഡി നടത്തിയത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കൊന്നുമല്ല, 9.5 വർഷം, 9.5 ഇയേഴ്സ് ആയിരുന്നു. അത്രയും കാലം ഇവരെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. സ്റ്റഡീൻ്റെ അവസാനം അവർ കണ്ടുപിടിച്ചത് മുൻപേ ഡയബറ്റിസ് ഇല്ലാത്ത 6200ഓളം പേർക്ക് വൈറ്റ് റൈസ് കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഇൻസിഡൻറ്റ് ഡയബറ്റിസ് ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഫൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 450 ഗ്രാം ചോറ് അല്ലെങ്കിൽ കുക്ക്ഡ് റൈസ് കഴിച്ചവർക്കാണ് ഡയബറ്റിസ് ഉണ്ടാവാനുള്ള കൂടുതൽ റിസ്ക് എന്നാണ്. ഇതവർ കമ്പയർ ചെയ്തത് ഒരു ദിവസം 150 ഗ്രാം കുക്ക്ഡ് റൈസ് കഴിച്ച പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഫൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ഒരു സ്ഥലത്തല്ല, 21 രാജ്യങ്ങളിലായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും ഇതേപോലത്തെ റിസൾട്ട് അല്ല കണ്ടിരുന്നത്. ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഡയബറ്റീസിൻ്റെ റിസ്ക് കൂടുന്നത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നത് സൗത്ത് ഏഷ്യയിലായിരുന്നു. അതായത് നമ്മളുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ. സൗത്ത് ഏഷ്യയ്ക്ക് ശേഷം പിന്നീട് ഈ പറഞ്ഞ റിലേഷൻ കൂടുതലായിട്ട് കണ്ടുവന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിരുന്നു. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിലുണ്ടായിരുന്നു. സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, പിന്നെ യൂറോപ്പ്, ആഫ്രിക്ക. പക്ഷേ ചൈനയിൽ ഇത് രണ്ടും തമ്മിൽ വലിയ അസോസിയേഷൻ ഇല്ല എന്നും ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡീൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഈ സ്റ്റഡീൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ചോറ് അത് കുക്ക്ഡ് റൈസ് ആണെങ്കിൽ, വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രമേഹം ഇല്ലാത്തവർക്കും പുതിയതായി പ്രമേഹം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണ്. ഇതേപോലത്തെ മറ്റ് സ്റ്റഡീസും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂ എറ്റാൾ നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ 3,52,384 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ചൈന, ജപ്പാൻ, US, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലായിരുന്നു. അവർ കണ്ടുപിടിച്ചത് ഓരോ സെർവിങ് വൈറ്റ് റൈസ് കൂടുതൽ എക്സ്ട്രാ കഴിക്കുന്നതിനനുസരിച്ച് പ്രമേഹം വരുന്നതിൻ്റെ ചാൻസസ്
11% കൂടുന്നു എന്നായിരുന്നു. മറ്റൊരു സ്റ്റഡി ജപ്പാനിൽ നടത്തിയത് സ്ത്രീകളിലും മാത്രമായിരുന്നു കണ്ടക്ട് ചെയ്തത്. അവർ കണ്ടുപിടിച്ചത് ഒരു ദിവസം വൈറ്റ് റൈസ് കഴിക്കുന്നതിൻ്റെ അളവ് 437 ഗ്രാമിലും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് പ്രമേഹം വരുന്നതിൻ്റെ റിസ്ക് 1.67 ടൈംസ് കൂടുതലായിരുന്നു എന്നാണ്. അത് അവർ കമ്പയർ ചെയ്തത് ഒരു ദിവസം 200 ഗ്രാം വൈറ്റ് റൈസ് കഴിക്കുന്ന സ്ത്രീകളെ വെച്ചിട്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വൈറ്റ് റൈസ് കഴിക്കുന്നതിനനുസരിച്ച് പ്രമേഹത്തിൻ്റെ റിസ്ക് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും ചൈന, ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിലാണെങ്കിൽ അതിന് പലതരത്തിലുള്ള കാരണങ്ങളും അവർ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അറിയില്ല, പക്ഷേ അവർ കഴിക്കുന്ന വൈറ്റ് റൈസിൻ്റെ ടൈപ്പ് ആവാം, അവരുടെ ജീനിലുള്ള പാറ്റേൺ ആവാം, ആ വൈറ്റ് റൈസിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആവാം, അവരുടെ മറ്റു തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആവാം. ഉദാഹരണത്തിന് അവർ ചെയ്യുന്ന എക്സസൈസസ്, അവർ കൂടുതൽ കഴിക്കുന്ന വെജിറ്റബിൾസ് ആവാം, ഫ്രൂട്ട്സ് ആവാം. നമ്മൾ ചോറ് കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് പ്രമേഹം വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസിൻ്റെ സർജാണ്. പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടനെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടിപ്പോവാം. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടുന്ന സമയത്ത് ഇൻസുലിൻ്റെ അളവും പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻസുലിൻ ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ പ്രാവശ്യം ഇതേപോലെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാലാണ് പ്രശ്നം. കാരണം ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നത് പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസിൽ നിന്നാണ്. ഇത് ഓരോ ദിവസവും പല പ്രാവശ്യം ഇങ്ങനെ ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസ് അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം ഫെയിലിയറിലേക്ക് പോകും. അത് കൃത്യമായി വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് പ്രമേഹം തുടങ്ങുന്നത്. മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അരി കൃഷി ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് വെള്ളം ഉപയോഗിച്ചിട്ടാണെന്നാണ്. അതായത് ആർസനിക് ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ട്. ആർസനിക് നമ്മളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലും പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അരിഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് പ്രമേഹം വരുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതാണ് പറയുന്നത്. കാരണം ആർസനിക് നമ്മളുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദിക്കുന്ന ബീറ്റ സെൽസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് വൈറ്റ് റൈസിന് പകരം, വെള്ളച്ചോറിന് പകരം ബ്രൗൺ റൈസ് ആക്കി സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് തവിടോട് കൂടിയിട്ടുള്ള അരി ഉപയോഗിച്ചിട്ട് ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസിൻ്റെ ഗ്ലൈസെമിക് റെസ്പോൺസ് 23% കുറയ്ക്കാൻ സാധിക്കും. ഫാസ്റ്റിംഗ് ഇൻസുലിൻ റെസ്പോൺസ് 57% കുറയ്ക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ബ്രൗൺ റൈസ് ആർക്കും ഇഷ്ടമല്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, കൂടുതൽ സമയം പാചകം ചെയ്യേണ്ടി വരും, അതിന് കുറച്ച് കൂടുതൽ ചവയ്ക്കേണ്ടി വരും. വൈറ്റ് റൈസ് പോലെ എളുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ ബ്രൗൺ റൈസ് അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന വൈറ്റ് റൈസിൻ്റെ അളവ് കണ്ടുപിടിക്കുക. ഞാൻ പറയുന്നത് ചോറിൻ്റെതാണ്, കുക്ക് ചെയ്ത റൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം 200 ഗ്രാമിൻ്റെ മുകളിലേക്കൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ റൈസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ചല്ല നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാം. നിങ്ങൾ ആദ്യം 400-500 ഗ്രാം റൈസാണ് കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അത് 200-ന് താഴേക്ക് കുറച്ചതിന് ശേഷം എക്സ്ട്രാ നിങ്ങൾക്ക് 300-400-500 ഗ്രാം വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടി പൾസസ്, പയറുവർഗ്ഗങ്ങൾ, മുട്ട, ഫിഷ്, മീറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ വെള്ള അരിക്ക് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ അരി ഭക്ഷണത്തിന് പകരം നിങ്ങൾക്ക് ചില ദിവസങ്ങളിലെങ്കിലും, ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഗോതമ്പിൻ്റെ ഭക്ഷണത്തിലേക്ക് പോവാം. മില്ലറ്റ്സ് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ലോകത്തെല്ലായിടത്തും എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. നിങ്ങൾക്ക് അതേപോലത്തെ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഉണ്ടാക്കാൻ എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും സബ്മിറ്റ് ചെയ്താൽ മതി. ഞാനൊരു ദിവസം കഴിക്കുന്ന ചോറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 100 ഗ്രാമിനും താഴെയാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര ചോറാണ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ മെമ്പർ ആവാൻ ശ്രമിക്കുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.